നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. മൂർച്ച കൂടുന്ന സ്വാശ്രയം. നിയമസഭയും കോടതിയും കടന്ന് തെരുവിലിറങ്ങിയ സ്വാശ്രയ സമരം കൂടുതൽ കുരുക്കിലേക്ക്. സമരത്തോടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മൂന്നാം ദിവസവും സഭ പ്രക്ഷുബ്ധമാക്കി പ്രതിപക്ഷം. സഭാ കവാടത്തിൽ 3 MLA-മാരുടെ നിരാഹാരം തുടരവെ തുടർ നടപടികൾ തീരുമാനിക്കാൻ ഇന്ന് അടിയന്തര UDF നേതൃയോഗം. സെക്രട്ടേറിയറ്റ് പടിക്കൽ തനിക്കു നേരെ കരിങ്കൊടി കാണിച്ചത് വാടകക്കാരെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. സഭയിൽ പറഞ്ഞത് തന്റെ തോന്നൽ അനുസരിച്ചാകാമെന്ന് പിണറായിയും തോന്നൽ പറയാനുള്ള സ്ഥലമല്ല നിയമസഭ എന്ന് തിരിച്ചടിച്ച് രമേശും. അതേസമയം സംസ്ഥാനത്ത് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ ഈ വർഷം നടത്തിയ പ്രവേശന നടപടികൾ ശരിവെച്ച് സുപ്രീം കോടതി. എന്നാൽ അടുത്ത വർഷം മുതൽ ഏകീകൃത കൗൺസിലിംഗ് നിർബന്ധമാക്കും. പ്രവേശനം നടത്തിയത് മേൽനോട്ട സമിതിയുടെ നിരീക്ഷണത്തിൽ എന്ന മാനേജ്മെന്റ് വാദം അംഗീകരിച്ചാണ് കോടതി വിധി. അട്ടിമറിയെന്ന് കോൺഗ്രസ്. മദ്യനയത്തിൽ പിണറായി സർക്കാരിന്റെ തിരുത്തലിനു പിന്നാലെ വിമർശനവുമായി കോൺഗ്രസ്. മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള ഏജൻസിയായി ഗവൺമെന്റ് മാറുന്നുവെന്ന് VM സുധീരൻ. മദ്യലോബികളെ കൂട്ടുപിടിച്ച് നയം അട്ടിമറിക്കാനാണ് ശ്രമമെന്നും VM സുധീരൻ. ഓരോ വർഷവും 10% ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടാനുള്ള UDF നയം ഇടത് സർക്കാർ ഇന്നലെ പിൻവലിച്ചിരുന്നു. പുതിയ മദ്യനയം നടപ്പിലാകും വരെ സംസ്ഥാനത്ത് തൽസ്ഥിതി തുടരും. കുരുക്കഴിയാതെ കാവേരി. കാവേരി പ്രശ്നത്തിൽ സമവായ ചർച്ചകളുമായി ഡൽഹിയിൽ ഉന്നതതല യോഗം. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തമിഴ്നാട് ജലസേചന മന്ത്രിയും പങ്കെടുക്കും. ചർച്ചയുടെ വിശദാംശങ്ങൾ കേന്ദ്രം നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. അതേസമയം കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷമെന്ന് കർണാടക. വരൾച്ച കണക്കിലെടുത്ത് തമിഴ്നാടിന് വെള്ളം നൽകരുതെന്ന് സർവകക്ഷി യോഗത്തിൽ അഭിപ്രായം. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ബംഗളൂരുവിലും മറ്റ് സംഘർഷ മേഖലകളിലും നിരോധനാജ്ഞ. സമ്മർദ്ദത്തിൽ സാർക്ക്. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയ ഇന്ത്യൻ സമ്മർദ്ദത്തിൽ സാർക്ക് സമ്മേളനം തൃശങ്കുവിൽ. ഇസ്ലാമാബാദ് ഉച്ചകോടി ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ ഇന്ത്യക്ക് പിന്നാലെ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഭൂട്ടാനും. ഉച്ചകോടി റദ്ദാക്കുന്ന കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ശനിയാഴ്ച. ഇന്ത്യയുടെ സാർക്ക് ബഹിഷ്കരണ തീരുമാനം ഉറി ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് മേൽ മുറുക്കുന്ന നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ ഭാഗം. അതേസമയം വ്യാവസായിക രംഗത്ത് പാകിസ്ഥാന് ഇന്ത്യ നൽകുന്ന പ്രത്യേക പരിഗണന റദ്ദാക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ മോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22,880 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.